കുട്ടിമണിയെ രക്ഷപ്പെടുത്താൻ രാഹുലനും ശീലാവതിയും തീരുമാനിക്കുന്നു. വയലോരം വീട്ടിലെത്തുന്ന മനസ്ജൻ തന്റെ കാമുകനായിരുന്നു എന്ന രഹസ്യം മതികല രവിക്ക് മുന്നിൽ വെച്ച് പറയുന്നു. രവി മനസ്ജനെ വയലോരം വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു. രാത്രിയിൽ രാഹുലൻ കുട്ടിമണിയുമായി രക്ഷപ്പെടുന്നു. മതികലയുടെ കയ്യിൽ നിന്നും രവി ഫോൺ പിടിച്ചു വാങ്ങുന്നു. കുഞ്ഞിമണിക്ക് രാജയോഗമാണെന്ന് പ്രവചിച്ച ജ്യോത്സ്യൻ ചോറൂണിന് സമയം കുറിക്കുന്നു. രാഹുലൻ കുട്ടിമണിയുമായി സ്വന്തം വീട്ടിലെത്തുന്നു. കുട്ടിമണിയുടെ ഓർമ്മ തിരികെ കൊണ്ടുവരികയാണ് തന്റെ ലക്ഷ്യമെന്ന് രാഹുലൻ മനസ്ജനോട് പറയുന്നു. രവിയെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകാൻ തമ്പി തീരുമാനിക്കുന്നു. കുട്ടിമണിയെ അന്വേഷിച്ചെത്തുന്ന പോലീസിന് മുന്നിൽ ജലജ മനോരോഗിയെ അഭിനയിക്കുന്നു. കുട്ടിമണി കാണാതായതിൽ ജലജയ്ക്ക് ശീലാവതിയെ സംശയം. കുഞ്ഞുമണിയുടെ ചോറൂണിന് കുട്ടിമണിയില്ലാതെ പോകില്ല എന്ന് മനസ്ജൻ. ചോറൂണിന് പോകാനിറങ്ങുന്ന സീതയ്ക്ക് മുന്നിലേക്ക് കുഞ്ഞുമായി നകുലനെത്തുന്നു. തന്റെ കുഞ്ഞ് കുഞ്ഞുമണിയാണെന്ന് വിശ്വസിക്കുന്ന സീതയ്ക്ക് മുന്നിലേക്ക് കുഞ്ഞിനെ കിടത്തുന്ന നകുലനെയും കുഞ്ഞിനെയും പോലീസ് കൊണ്ടുപോകുന്നു. ബാലനെ ആശ്വസിപ്പിക്കാനാകാതെ വിഷമിക്കുന്ന സുഭദ്ര. കുഞ്ഞിന്റെ DNA ടെസ്റ്റ് നടത്തണമെന്ന ആവശ്യവുമായി പൂക്കോടി. നകുലന്റെ അഡ്വക്കേറ്റ് വയലോരം വീട്ടിലെത്തുന്നു. തുടർന്ന് കാണുക. പൂക്കോടിയുടെ ദൂതരെ പുറംകാലം കൊണ്ട് ചവിട്ടി നടതള്ളുകയാണ് വേണ്ടത്. ഞങ്ങൾ വയലോരം വീട്ടുകാർക്ക് ആരെ ഉപദ്രവിക്കാനും അപമാനിക്കാനും താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. എനിക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം മാറും. ഞാൻ നിങ്ങളുടെ രക്ഷകനാണെന്ന് നിങ്ങൾക്ക് തോന്നുകയും ചെയ്യും. എന്റെ ലക്ഷ്യം നകുലനെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. കൊണ്ടുവന്നത് ബാലന്റെയും സീതയുടെയും കുട്ടിയാണെന്നുള്ള അയാളുടെ വാദം ശരിയായെങ്കിൽ മാത്രമേ നകുലിന് കേസിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഞാൻ അറിഞ്ഞിടത്തോളം നിങ്ങളും നിങ്ങളുടെ മകനെ ആഗ്രഹിക്കുന്നുണ്ട്. എന്താ സംശയം സാറേ? ബാലന് മാത്രമല്ലേ, ഞങ്ങൾക്ക് എല്ലാവർക്കും അത് തന്നെ ആഗ്രഹം. എങ്കിൽ പിന്നെ നിങ്ങൾക്കും കേസിൽ കക്ഷി ചേർന്നു. കുട്ടിയെ വളർത്തിയിരുന്നവർ മഹാഫ്രോഡുകളാണെന്നാണ് പോലീസിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ. DNA ടെസ്റ്റ് നടത്തി കുട്ടി ആരുടേതാണെന്ന് തെളിയിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. ഞാൻ ദാ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വന്നതേ ഉള്ളൂ. ആ ഫ്രോഡുകൾ DNA ടെസ്റ്റിന് സമ്മതിക്കുന്നുമില്ല. കുഞ്ഞ് അവരുടേതല്ലാന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലായില്ലേ? അവരുടേതല്ലാന്ന് DNA ടെസ്റ്റ് നടത്തി തെളിഞ്ഞാൽ പോലും നിങ്ങളുടേതാണെന്ന് തെളിയുന്നില്ലല്ലോ. കുട്ടിയുടെ പിതൃത്വവും മാതൃത്വവും തെളിയിക്കണമെങ്കിൽ DNA ടെസ്റ്റ് തന്നെ വേണം. കോടതി ഉത്തരവിട്ടാൽ മാത്രമേ ടെസ്റ്റ് നടക്കൂ. നിങ്ങൾ സ്വന്തം DNA പരിശോധന ആവശ്യപ്പെടണം. എങ്കിലേ മകനെ നിങ്ങൾക്ക് കിട്ടും. എനിക്ക് വേണം എൻ്റെ കുഞ്ഞിനെ. പറഞ്ഞാൽ മാത്രം പോരാ, ഇത് പ്രവർത്തിക്കേണ്ട സമയമാണ്. ഇന്നെങ്കിൽ ഇന്ന് തന്നെ കോർട്ടിലെ DNA ടെസ്റ്റ് ആവശ്യപ്പെട്ട് ഒരു പെറ്റീഷൻ മൂവ് ചെയ്യണം. പക്ഷേ പരസഹായമില്ലാതെ നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലാണ് ഞാൻ. പിന്നെ എങ്ങനെയാ ഓടിയിടന്ന് ഇതൊക്കെ ചെയ്യുന്നത്? മിസ്റ്റർ ബാലൻ ഓടി നടക്കണ്ട. പേപ്പേഴ്സൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സൈൻ ചെയ്ത് തന്നാൽ മാത്രം മതി. പിന്നെ കോർട്ട് ഓർഡർ കൈ കിട്ടുമ്പോൾ ബ്ലഡ് സാമ്പിൾ കൊടുക്കണം. അത്രയും പറ്റില്ലേ? പറ്റും, എനിക്ക് പറ്റും സാർ. ആ, എങ്കിലിതൊന്ന് വായിച്ച് നോക്കി ഒപ്പിടും. നമുക്ക് നമ്മുടെ കുഞ്ഞിനെ കിട്ടും സുഭദ്രേ. വക്കീൽ സാറ് നമ്മളെ സഹായിക്കാൻ വന്നതാ. നേരാണോ? അതെ. പരുത്തിക്കാവിലമ്മേ. എവിടെ സാർ ഒപ്പിടുന്നത്? ആ, ഒപ്പുതാ ഇവിടെ. പിന്നെ ഇവിടെ ഇവിടെ. ഇവിടെ.
അമ്മയെ പോലും ഒന്നും വിളിക്കാൻ പറ്റുന്നില്ലല്ലോ. ചെകുത്താനും കടലിലും ഇടയിലായിപ്പോയി ജീവിതം. ഡേ കട്ടിലെന്ന് എഴുന്നേക്കടി. കാല് വയ്യ രവിയേട്ടാ. നീ കൂടുതൽ ന്യായങ്ങളൊന്നും പറയണ്ട. മാറ്, എനിക്ക് ഉറങ്ങണം ഇവിടെ. രവിയേട്ടൻ കിടന്നോ, ഞാനേ രവിയേട്ടന്റെ കാൽക്കൽ ഇരുന്നോളാം. വേണ്ടാന്ന് പറഞ്ഞില്ലേ? വല്ലാത്ത കാലുവേദനയാ രവിയേട്ടാ. കുറച്ചു നേരം ഞാനൊന്ന് ഇവിടെ ഇരുന്നോട്ടെ. വേണ്ട. എന്നാ പിന്നെ രവിയേട്ടൻ കിടന്നോളൂ. നീ പോ. എന്നെ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? പേടിയല്ല, അറപ്പാ എനിക്ക് നിന്നെ. പണ്ടേ ആയിരുന്നു. സിജുനുമായിട്ടുള്ള നിന്റെ ബന്ധത്തെക്കുറിച്ച് കൂടി അറിഞ്ഞതോടെ അതങ്ങ് കൂടി. എങ്കിൽ പിന്നെ എന്നെ അങ്ങ് ഡിവോഴ്സ് ചെയ്തൂടെ? പരപുരുഷ ബന്ധം ഡിവോഴ്സിന് മതിയായ കാരണമാണല്ലോ. വയലോരം വീടിനെ കൂടുതൽ നാണം കെടുത്താൻ വയ്യാത്തത് കൊണ്ടും നിന്റെ അച്ഛനെ കരുതിയിട്ട് മാത്രമാ ഞാനത് ചെയ്യാത്തത്. അത് നിനക്കും അറിയാലോ. അതല്ലേ നീ ഇങ്ങനെ കിടന്ന് മുതലെടുക്കുന്നത്? രവിയേട്ടൻ വെറുതെ പറയുന്നത്. അത് എനിക്കറിയാം. മനസ്സിന്റെ ഒരു കോണിൽ എന്നോട് ഇത്തിരി ഇഷ്ടമുണ്ടെന്ന്. ഇഷ്ടോ? ഇറങ്ങി പോടി മുറിയുന്ന. അങ്ങനെ പറയല്ലേ രവിയേട്ടാ. മറ്റന്നാ രവിയേട്ടൻ ബാംഗ്ലൂർ പോവുമല്ലേ? ഇനിയുള്ള 2 ദിവസമെങ്കിലും നമുക്ക് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് കഴിയാം. ഇറങ്ങടി പുറത്ത്. ഇങ്ങോട്ട് പോ. അച്ഛത്തമ്മയോ രാമായണ സീതയോ വന്നിരുന്നെങ്കിൽ ഈ നാടകത്തിന്റെ അടുത്ത ഭാഗം തുടങ്ങായിരുന്നു. എന്താ ഒരു ശബ്ദം? രവിയേട്ടാ, രവിയേട്ടാ വാതില് തുറക്ക്. വാതില് തുറക്ക് രവിയേട്ടാ. എന്താ കലെ? അയ്യോ സീതേടത്തി. അല്ലെങ്കിൽ ഈ ആണുങ്ങളെല്ലാം ദുഷ്ടന്മാരാ സീതേടത്തി. ഈ വയ്യാത്ത കാലം കൊണ്ട് ജോലി ചെയ്ത് ക്ഷീണിച്ചതല്ലേ ഞാൻ. എന്തെങ്കിലും ഒരു പരിഗണന തരണ്ടേ? എന്താ ഉണ്ടായത്? അത് പറ. ഇന്നൊരു രാത്രി എന്നെ വെറുതെ വിടാൻ പറഞ്ഞതിന് പുറത്താക്കി കഥ കടച്ചു സീതേടത്തി. സ്നേഹത്തോടെ ഒരു നോട്ടമില്ല, ഒരു വാക്കില്ല. പക്ഷെ രാത്രിയായ വരാനിരിക്കുന്ന നല്ല നാളേക്ക് ഇത് മതി. കണ്ടു പഠിച്ചു കുട്ടിമണി. വേലി കഴിഞ്ഞ് നീ ഒരു ഇല്ലത്തിന്ന് കേറണ്ടല്ലേ? വേലിയോ എന്നുവെച്ചാ? ആഹാ, പേര് കേട്ട ഇല്ലത്തെ കുട്ടിയായിട്ടും നിനക്ക് വേലി എന്ന് പറഞ്ഞ എന്താന്നറിയില്ലേ? വേലി എന്ന് പറഞ്ഞ പെൺകൊട. ഓ, പെൺകൊട, അത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാ പറ, എന്താ പെൺകൊട? അതെ, ഞെക്കുമ്പോ ചാടുന്ന കൊട, കുത്തി നടക്കുന്നത് ആൺകുട. ചിലപ്പോ കാലം കൊടയെന്ന് പറയും. ആണുങ്ങളൊക്കെ കാലന്മാരാ. ശരിയാ, ചില ആണുങ്ങളൊക്കെ കാലന്മാര് തന്നെയാ. വെള്ളം ഇല്ലേ? ഒയ്യോ എനിക്ക് വയ്യ. യോ, എന്നാ ഭയങ്കര ശബ്ദം? പൈപ്പില് വെള്ളം തീർന്നിരിക്കുക, അതുകൊണ്ട് കിണറ്റിന്ന് വെള്ളം അടിക്കാൻ മോട്ടർ ഇട്ടതാ. അയ്യോ, കൊള്ളാലോ പരിപാടി. അപ്പൊ ഞെക്ക് കിട്ടിയാലേ വെള്ളം ഒരു പാഠം പഠിക്കുവല്ലേ? എന്നാ പിന്നെ ഞാൻ പാത്രം കഴിവട്ടെ? വേണ്ട വേണ്ട വേണ്ട, നിന്റെ ഉടുപ്പ് മുഴുവൻ നീ നനയ്ക്കും. ഇന്നലെ ഞാൻ കണ്ടതാ നിന്റെ പാത്രം കഴിവില്. വയലോരം ഇല്ലത്തെ കുട്ടിയെ കൊണ്ട് പാത്രം കഴിച്ചാലേ രാഹുലും ഞങ്ങളെ വഴക്ക് പറയും. എന്നെ വാരാ ചേച്ചി, നമുക്ക് എഴുതാം. ഇപ്പൊ സമയമില്ല കുട്ടുമണി, ചേച്ചിക്ക് ഒരുപാട് ജോലി കിടക്കുക. എന്റെ ബോറടിക്കുന്നു. രാഹുലിന് എങ്ങോട്ട് പോയി? എന്തൊരു കഷ്ടായത്.
അവൻ ഇപ്പൊ വീട്ടിലിരിക്കുന്നതേ ഇല്ലല്ലോ. എവിടാ ഈ കറങ്ങാൻ പോകുന്നത്? ഇത്തിരി ഉത്തരവാദിത്വമൊക്കെ വന്നിട്ടുണ്ടമ്മേ. ജോലി ചെയ്യണമെന്നും പണം സമ്പാദിക്കണമെന്നും ഒക്കെ ഒരാഗ്രഹം തോന്നി തുടങ്ങിയിട്ടുണ്ട്. മിക്കവാറും ജോലി അന്വേഷിച്ചു പോയതായിരിക്കും. അവന്റെ ജോലി അമ്പലങ്ങളിൽ ശാന്തി കഴിക്കാൻ ആളെ കിട്ടാതെ നാട്ടുകാർ പരക്കം പായുക. മുട്ടുശാന്തിക്ക് മാത്രം പോകുന്ന ആ വെങ്കിടി ദിവസം 1500 രൂപ സമ്പാദിക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് അതിലും ശമ്പളം എവിടെ കിട്ടാനാ? അവനത് താല്പര്യമില്ലെങ്കിൽ പിന്നെ നമ്മൾ നിർബന്ധിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അമ്മേ? താല്പര്യം വരുത്തണം. അന്യജാതിക്കാര് വരെ ഇപ്പൊ ശാന്തി പഠിച്ച് അമ്പലത്തിൽ കയറുന്നുണ്ട്. നമ്മുടെ കൂട്ടർക്ക് തന്നെ ഈ തൊഴിലിനോടൊരു പുച്ഛം. അതെ, നിങ്ങൾ എന്താ ഈ പറയുന്നതെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ എന്നാലും രാഹുലിനെ കുറ്റം പറയുവാന്ന് എനിക്ക് മനസ്സിലായി. അല്ല, എന്നതാ കാര്യം? ഞാൻ ശരിയാക്കി തരണോ? നീ പറഞ്ഞ അവൻ കേക്കുവോ? ഇവള് പറഞ്ഞാ മാത്രമേ അവൻ കേക്കൂ. ഇല്ലെങ്കിൽ കേൾപ്പിക്കാൻ അവൾക്കറിയാം. എന്താ വേണ്ടെന്ന് പറയൂ. അവൻ ഏതെങ്കിലും അമ്പലത്തില് മേൽശാന്തിയായി ജോലി ചെയ്യണം. പൂജാകർമ്മങ്ങളിൽ മിടുക്കനാവണം. അവന്റെ അച്ഛനേക്കാൾ മിടുക്കനായ പൂജാരിയാ അവനെന്ന് എല്ലാവരും പറയണം. ഈ രാഹുലം പൂജാരി ആവണോ? വേണം. ദേവി, പ്രസാദം അങ്ങോട്ട് വാങ്ങ. അടിപൊളി അടിപൊളി. ഞാനേ ഇന്ന രാഹുലിനെ പറഞ്ഞ് സമ്മതിപ്പിക്കാം കേട്ടോ. എങ്കിൽ നിനക്ക് പൂർവികരുടെ അനുഗ്രഹം ഉണ്ടാവും കുട്ടിമണി. ഞാൻ അനുഗ്രഹിക്കാം, പോരെ? അനുഗ്രഹിച്ചാൽ മാത്രം പോരാ, നീ അവനെ കൊണ്ട് സമ്മതിപ്പിക്കണം. അവൻ ശബരിമലയിൽ വരെ മേൽശാന്തി ആവണമെന്നാ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം. കളിച്ചു നടക്കേണ്ട പ്രായമാണോ കുട്ടിമണി നിനക്ക്? അത് മഹാവഷള് പിള്ളേരാ. ആയിക്കോട്ടെ, എന്നാലും എനിക്ക് പോണം. പല ജാതിക്കാരെ മോളെ, നമ്മള് ശുദ്ധിയും വൃത്തിയും ഒക്കെ നോക്കേണ്ടവരല്ലേ? അതെ, എനിക്ക് ശുദ്ധിയും വൃത്തിയും ഒക്കെ നന്നായിട്ടുണ്ട്. ഞാനേ 3 നേരം കുളിച്ച് വേഷം മാറും, അറിയാവോ? അന്യജാതിക്കാരെ തൊടാതിരിക്കുകയും വേണം. ഞാനൊരു കുട്ടി വെച്ചിരുങ്ങട്ടാ. മര്യാദ ചെന്നെ കളിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ രാഹുലിനോട് പറയും പൂജാരി ആവേ വേണ്ട. മോള് കളിക്കാൻ പോയി. കുട്ടിമണിയുടെ ബ്ലാക്ക് മെയിലിംഗിൽ അമ്മ വീണു. ഞാൻ പോവാ. അമ്മ ഒരു വൃത്തിക്കാരും ജാതിക്കാരും വന്നിട്ടുണ്ട്. എന്തോ വാളോന്റെ ഭഗവാനെ. ഇങ്ങോട്ട് വാടാ. ബോളിങ്ങോട്ടിടാ. ഞാനുണ്ട് പന്തളിച്ചാൻ. ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടിയാ ചേച്ചിയും ചീത്തയാവുന്നില്ലേ രാധ ചേച്ചി പറഞ്ഞത്? രാധ ചേച്ചിയോട് പോവാൻ പറ. എനിക്ക് നിങ്ങളെ പോലെ ചീത്തയാവാനാ ഇഷ്ടം. സൂപ്പറാക്കും. ചേച്ചി എന്ത് പണിയാ കാണിച്ചത്? ബോള് പോയില്ലേ? വാടാ നമുക്ക് പോയി നോക്കാം. അങ്ങനെ അതും പോയി. എന്നെ അടിയായിരുന്നത്? അടിയൊക്കെ കൊള്ളാം, പക്ഷെ പന്ത് പോയില്ലേ. അതിനെന്നാ പോയങ്ങ് എടുത്താ പോരെ? ചേച്ചി, അതിനകത്തേക്ക് ഞങ്ങളാരും കേറാറില്ല. അതെ, ഒരു ഭാർഗവി നിലയാ. ഭാർഗവി നിലയം. ഇതിന്റെ അകത്തൊരു ഭൂതമുണ്ട്. ഭൂതോ? ആ ഭൂതം നമ്മളെ പിടിച്ച് വിഴുങ്ങും. അതെ, എനിക്ക് ഒരു ഭൂതത്തെയും പേടിയില്ല. ഞാനേ രാക്ഷസിമാരെ വരെ ഓടിച്ചിട്ടുണ്ട്, അറിയാവോ? പിന്നെ ഒരു ഭൂതം. ഞാൻ പോയി പണ്ടെടുത്തോണ്ട് മെഹളക്കടേ ഞാൻ പോയി എടുത്തിട്ട് വരാം. അല്ല, ഇവിടെ എന്നാ എഴുതി വെച്ചേക്കുന്നേ? എന്നതാ? പ്രവേശനമില്ല. പൂടല്ലേ, പൂടം. പൂടങ്ങളോട് മാറ്റാൻ ഇഷ്ടം കാണും. ഇപ്പൊ ഞാൻ ശരിയാക്കി കൊടുക്കാം. വേഗം പന്തെടുത്തിട്ട് വാ. ഒരുപാട് പണ്ടുണ്ടല്ലോ. അതിന്റെ അകത്ത് പന്ത് വീണാ പിന്നെ ഞങ്ങൾ എടുക്കാറില്ല. കേറിയ ഭൂതം പിടിച്ച് വിഴുങ്ങും. എങ്കിലേ എനിക്ക് ഈ ഭൂതത്തെ കാണണമല്ല. ഞാൻ ഇപ്പം വരാം. ബോൾ എടുക്കാം. ഒരു ഭൂതം പോലും. ഏഴ് ഭൂതം. അയ്യോ, കഥ അടഞ്ഞു. നമുക്ക് രാഹുലിൻ ചേട്ടന്റെ വീട്ടിൽ പോയി പറയാം. വാ, വാടാ. നമുക്ക് വീട്ടിൽ പോകാം. എന്ത് വേണം? ചേച്ചി അപ്പുറത്തെ വീട്ടിൽ കയറി. അപ്പുറത്തെ വീട്ടിലോ? അതെ, ആ ഭാർഗവി നിലയ്ക്ക്. അയ്യോ,
മോളെ എന്താ അമ്മേ? കുട്ടിമണി ബ്രഹ്മശ്രീ മംഗലത്തിനകത്ത് കയറിയെന്ന്. കുഴപ്പമാവുന്നു ദൈവമേ. ആ തള്ളച്ചി കുട്ടിമണി ചേച്ചിയെ പിടിച്ച് വിഴുങ്ങും. കുട്ടിമണി ചേച്ചി അവരെ പിടിച്ച് വിഴുങ്ങായിരുന്ന ഭാഗ്യം. ഒന്ന് പോയി നോക്കിയാലോ മോളെ? ആ ഭൂതത്തിന്റെ അടുത്തേക്ക് ഞാനില്ല, അമ്മ തന്നെ പോയി നോക്കിയാ മതി. എന്നെ കാണുന്നതേ അവർക്ക് ചതുർത്ഥിയ മോളെ. അവർക്ക് ആരാ ചതുർത്ഥിയല്ലാത്തത്? കുട്ടിമണി അവർ ഉപദ്രവിക്കും. ഒരു മനുഷ്യപ്പറ്റില്ലാത്ത സ്ത്രീയാ അത്. ഇനി എന്ത് ചെയ്യും മോളെ? ആ, ഞാൻ രാഹുലിനൊന്ന് വിളിക്കണം. വേഗം എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പ്രശ്നമാവും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പോയിനടാ പിള്ളേരെ ഇവിടുന്ന്. നീയൊക്കെ കൂടെ എരിവ് കയറ്റിട്ടാവും അവൾ അതിനകത്ത് കയറിയത്. എന്നിട്ടിപ്പൊ നല്ല പിള്ള സമയുന്നോ? ഞങ്ങൾ പറയാനാളാ പറഞ്ഞു. ഇനി വരുന്നത് നിങ്ങൾ തന്നെ അനുഭവിച്ചോ. വാടാ. രാഹുലിനെ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആവേ. ഈശ്വര, അനർത്ഥങ്ങളൊന്നും നടക്കാതിരുന്നാ മതിയായിരുന്നു. ഭൂതത്തെ കാണുന്നില്ലല്ലോ. ഭൂതമേ, 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 ഭൂതം, ഭൂതമേ, ഭൂതം. അയ്യോ, എന്നാ എണീക്ക്, 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 എന്നാ പറ്റി? എണീക്ക്, എണീക്ക്. അയ്യോ, എനിക്ക് 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 കാല് വയ്യ മോളെ. എന്റെ കാല് മോളെ, എന്റെ കാല് പോയി മോളെ. അയ്യോ, ഈശ്വര, എനിക്ക് എന്താമോ പതുക്കെ മോളെ. അങ്ങോട്ടെ. എന്നാ പറ്റിയേ? ഭൂതം വെച്ച് തള്ളിയിട്ടാണോ? വെള്ളം വേണോ? ഇപ്പടാ വെള്ളം. അയ്യോ, വെള്ളം തിന്നോ? വെള്ളം തിന്ന. രാഹുലിന്റെ അവിടെ ഒരു നെക്ക് വെച്ച് കൊടുക്കുമല്ലോ, അതെന്താ സംഭവം? ഇതായിരിച്ചു. അതെ. കുച്ചോ. ഇനി വേണോ? തരാവേ, ഇപ്പൊ തരാം. വേ വാ. ഇനാ കുച്ചോ മുഴുവൻ കുച്ചോ. മതിയോ? ഇങ്ങട്ടാ. അവിടെ കഴിക്കാൻ വല്ലതും ഉണ്ടോന്ന് നോക്കുമ്പോ നോക്കാം. പൂതാണോ തള്ളിയിട്ടേ? പൂതോ? ആ, കുട്ടികൾ പറഞ്ഞു ഈ വീട്ടില് പൂതം ഉണ്ടെന്ന്. അവര് പറയുന്ന ഭൂതം ഞാനാ. ബിസ്ക്കറ്റ് തിന്ന ഭൂതോ? എന്നെ ചുമ്മാ കളിപ്പിച്ചല്ലേ? ഭൂതം മനുഷ്യരാ തിന്നുന്നത്. കുറച്ചുകൂടെ വെള്ളം താ മോളെ. ഇനാ കുടിച്ചോ. ബോളൊന്നും കേൾക്കുന്നില്ലല്ലോ. രണ്ടിലൊരാൾ തിന്നാണ്, സംശയമില്ല. ഈശ്വര, എടാ രാഹുലിന്റെ അവിടെ വരുന്നു. മിണ്ടണ്ട, നമുക്ക് ഡീസന്റ് ആവാം. നോക്കിയിട്ടൊന്നും കാണുന്നില്ലല്ലോ. എന്തുവാടാ, ഇന്ന് കളിയൊന്നുമില്ലേ? റെസ്റ്റാ. എന്തുവാടാ നിനക്കൊക്കെ ഒരു മൂകത?
പതിവില്ലാത്തതാണല്ലോ. ഞങ്ങൾ അച്ഛനൊക്കെ ശരിക്കേട്ടാ. ഞങ്ങൾ അച്ഛനൊക്കെ ശരിക്കാട്ടാ. അയ്യടാ, വെളുത്ത കാക്ക മലർന്നു പറക്കുന്ന അന്ന് ഞാൻ പ്രതീക്ഷിച്ചോളാം. നമ്മളെ നന്നാ സമയക്കില്ലേട്ടാ. നോക്കിയോ മാന ഇപ്പം താഴെ വീഴുവേ. എടാ, കുട്ടിമണി ബ്രഹ്മശ്രീ മംഗലത്തിൽ കയറി. എന്നിട്ട് എന്താ പറ്റിയെന്നറിയില്ല. കുറെ നേരമായിട്ട് ഒരു വിവരവും ഇല്ല. അവിടെ സൂക്ഷിക്കണമെന്ന് പലതവണ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതല്ലേ. എന്ന് കരുതി എപ്പോഴും അവളെ നോക്കിയിരിക്കാൻ ഞങ്ങൾക്ക് പറ്റുമോ? ആ പിള്ളേര് വന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ വിവരം അറിയുന്നത്. ഈ പിള്ളേരെ കൊണ്ട് കുസൃതിയും ബോളൊന്നും ഇല്ലാതെ നിന്റെ ഈ നിൽപ്പ് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ എന്തോന്നോ കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ടെന്ന്. ഞങ്ങളൊന്നും ചെയ്തില്ല. ചേച്ചി പന്തെടുക്കാൻ കയറിയതാ. ചേച്ചി പന്തെടുക്കുന്നു. ആ തള്ള കുട്ടിമണിയുടെ ഉയരെടുക്കാതിരുന്നാ മതിയായിരുന്നു. ആ വേണ്ട, ഞാനും ആ തള്ളയും തമ്മിൽ ഒട്ടും ശരിയാവൂല. പേടിയാ? എനിക്ക് പേടിയൊന്നുമില്ല. ആ തള്ളെ വല്ല ഞാൻ ചെയ്തു പോലെന്ന് പേടിച്ചിട്ടാ, അല്ലാതെ എനിക്ക് പേടിയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ പുളുകടിക്കാലേ മമ്മക്കറിയാം. പേടിത്തൂറി. ചേച്ചി, ആ വാർഡ് മെമ്പർ ഒന്ന് വിളിച്ചു പറ. അയാൾ ഇടപെട്ടാൽ ഇനി കേസ് ശരിയാവൂ. ഞാൻ വിളിക്കാം. പക്ഷേ ബ്രഹ്മശ്രീ മംഗലത്തെ കേസിനെ അയാൾ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏത് നേരത്താണോ എന്തോ എനിക്ക്. ആ ടീപ്പോൻ എന്റെ മരുന്ന് മാത്രം ഇരുമ്പോണ്ട്. ഒന്ന് എടുത്തു തരാമോ? ഇതല്ലേ ഇതാണോ? എല്ലാവരും എന്നെ വിളിക്കുന്നത് ഭാർഗവീ നിലയത്തിലെ ഭൂതമെന്നാ. നീ ഇവിടെ പുതിയതായിരിക്കും, അതാ അറിയാത്തത്. ആരാ നീ? ഞാനേ രാഹുലന്റെ കൂടെ വന്നതാ. കുട്ടിമണി അന്തർജനം. പിന്നെ ഇത് മരുന്ന് വെച്ചാൽ വെള്ളം വേണ്ടേ? ഞാനെത്തോണ്ട് വരാം. ആരായി കുട്ടി? വെള്ളം കുച്ചു കുച്ചു. ഈ വീൽ ചെയർ ഉരുട്ടി എല്ലാം എടുക്കാവുന്ന രീതിയില്ല ഈ വീട്ടിന്റെ ക്രമീകരണം. 3-4 ദിവസമായി ഇവിടുത്തെ ജോലിക്കാരി വന്നിട്ട് പൈപ്പിൽ വെള്ളം തീർന്നപ്പോ മോട്ടർ ഓണാക്കാൻ അടുക്കളയിൽ കയറിയതാ. വീൽ ചെയർ തട്ടി മറിഞ്ഞ് അങ്ങ് വീണു. എത്ര ദിവസം ആ കിടപ്പ് കിടന്നെന്ന് പോലും അറിയില്ല. എന്നാലും വല്ലാത്ത കിടപ്പായി പോയി. ആ ജോലിക്കാരിയെ ഇടിച്ച് നമുക്ക് ചമ്മന്തി ആക്കണം. അതാ വേണ്ടേ. നീ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ കിടന്നു മരിച്ചു പോയേനെ. അയ്യോ വേണ്ട വേണ്ട വേണ്ട, മരിച്ചണ്ട. മരിച്ചാ പിന്നെ ആർക്കും കാണാൻ പറ്റത്തില്ല, ആരെയും കാണാൻ വരാനും പറ്റത്തില്ല. അതുകൊണ്ടാ ഈ കുട്ടുവനിയെ കാണാൻ അച്ഛനും അമ്മയും വരാത്ത. രാഹുലിന്റെ അച്ഛനും മരിച്ചുപോയി, ഇപ്പൊ കാണാൻ വയ്യ. പക്ഷേ രാഹുലിന്റെ അമ്മയുണ്ട്, നല്ല അമ്മയാ. ആണോ? ഞാനോ? ഞാൻ നല്ലതാണോ? അല്ല, പൂര എങ്ങനെ നല്ലതാവുന്നേ? പൂരയെല്ലാം ചീത്തയാ. പൂര എന്ന് ചുമ്മാ വന്നല്ലേ, എന്നെ കളിപ്പിച്ച വന്നല്ലേ. രാഹുലിന്റെ വീട്ടുകാർ നിന്നെ അന്വേഷിക്കുന്നുണ്ടാവില്ലേ? ഞാനേ പണ്ടെടുക്കാൻ കയറിയതാണ്. കൂട്ടുകാർ വിചാരിക്കും പൂര എന്നെ പിടിച്ച് വീങ്ങിയതാണ്. ഞാൻ പൊക്കോട്ടെ. ആ ബിസ്ക്കറ്റിന്റെ പാത്രം ഇനി എടുത്ത് വച്ചിട്ട് പോക്ക്. അപ്പൊ വെള്ളം വേണ്ടേ? ഇപ്പൊ ശരിയാക്കി തരാം കേട്ടാ. ഇങ്ങിട്ടാ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഞാൻ തിരിച്ചു വരുന്ന വരെ ഇവിടുന്ന് അനങ്ങി പോയല്ലേ, കേട്ടല്ലോ? ഇത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് ഈ വേഷമൊക്കെ ഒന്ന് മാറ്റി വൃത്തിയാകാൻ കൂടി സഹായിക്കാം.
സഹായിക്കാം. പക്ഷെങ്കിൽ ഈ സാരി ഒന്നും ഉടുപ്പിച്ചാൽ എനിക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞുതരാം. നീ അതുപോലെ ചെയ്താ മതി. ശരി ശരി ശരി. പിന്നെ ഈ ഈ വണ്ടി എങ്ങോട്ടാ പോണ്ടേ? അതാ എന്റെ മുറി. കുട്ടിമണി, ചേടാ ഇവിടെ കാണുന്നുമില്ലല്ലോ. കുട്ടിമണി, ഒന്ന് കേറി നോക്കിയാലോ? നീ കയറോ അകത്തോട്ട്? അയ്യോ എനിക്ക് പേടിയാ. കാലില്ലെങ്കിലും ആ തള്ളയുടെ കൈക്ക് നല്ല ആരോഗ്യമാ. പറമ്പി മാങ്ങ പറിക്കാൻ കയറിയതിന് മുട്ടൻ തേങ്ങ എടുത്താ എന്നെ എറിഞ്ഞത്. വീൽ ചെയർ ഉരുട്ടി ഉരുട്ടി അവരെ നരകത്തിൽ വേണമെങ്കിലും പോവും. ഇടത്ത് കറഞ്ഞു വെച്ചിട്ടുണ്ടോടാ നീ ആ കവള അകത്തോട്ട് വിട്ടത്? ഞങ്ങളെ വിട്ടയല്ലല്ലോ, ചേച്ചി കയറി പോയതല്ലേ. ചേച്ചി കായി പോയല്ലേ? രാഹുല, മെമ്പറെ ഇപ്പഴാ കിട്ടിയത്. അയാൾ ഏതോ മീറ്റിംഗില്ല. 1 മണിക്കൂർ കഴിഞ്ഞേ വരൂ. ചേച്ചി അകത്തോട്ട് കയറി പോയിട്ടേ 1 മണിക്കൂർ കൂടുതലായി. ഞാനേതായാലും അകത്തേക്ക് കയറാൻ പോവാ. വരുന്നത് എന്തായാലും വരട്ടെ. അയ്യോ വേണ്ട മോനെ. അമ്മ ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടമ്മേ. കറണ്ട് കണക്ഷൻ കൊടുത്തിട്ടുള്ള കമ്പി ഇട്ടിട്ടുണ്ടോ? ആ തളയ്ക്കുന്നത് പ്രാന്ത. ഇനി എന്ത് ചെയ്യും? കുട്ടുമണി ചേച്ചി. അയ്യോ അപ്പം ഭൂതം പിടിച്ചില്ലേ? ഭൂതത്തിനെ കുട്ടുമണി ചേച്ചി പിടിച്ചു കാണും. അല്ല എന്റെ അവിടെ തന്നെ നിന്നല്ലേ, അങ്ങോട്ടേക്ക് വരാൻ മേലായിരുന്നോ? ഇതേ നമ്മുടെ സ്വന്തം വീട് പോലെ. കുട്ടിമണി, മുറ്റത്തോടെ സൂക്ഷിച്ചിറങ്ങി വരണേ. സൂക്ഷിച്ചില്ലേ ഇപ്പൊ എന്നാ കുഴപ്പം? അത് പിന്നെ ഇറങ്ങി വാ കുട്ടിമണി. കണ്ടോ പൂരത്തിനെയോ? ഓ കണ്ടല്ലോ. എന്നിട്ട് അവർ നിന്നെ ഒന്നും ചെയ്തില്ലേ? എന്നെയാ പൂടോ? ഓ എന്നെ രാഹുല, ഞാൻ ചെന്നപ്പോഴേ പാപം ഭൂതം ചാവാൻ കിടക്കുവായിരുന്നു. പാപം ഭൂതോ? അതെന്നെ, ഈ ഉരുട്ടുന്ന കശരയില്ലേ അതീന്ന് വീണ് ചാവാൻ കിടക്കുവായിരുന്നു. ഞാനൊന്ന് എണീപ്പിച്ച് ആ കശരയിലിരുത്തി കുറെ വെള്ളവും ബിസ്ക്കറ്റും ഒക്കെ കൊടുത്തു. പിന്നെ മരുന്നും കൊടുത്തു. ഞാൻ ഇറങ്ങാൻ തുടങ്ങുമ്പോ പറയുവാ ശാരി ഒന്ന് മാറണോന്ന്. അപ്പൊ തന്നെ ഞാൻ കൊണ്ടുപോയി ശാരിയൊക്കെ ഉടുപ്പിച്ചു. നല്ല രസമായിരുന്നു. ഇതൊക്കെ നടന്ന കാര്യങ്ങൾ തന്നെയാണോ? സംശയം ഉണ്ടെങ്കിൽ രാവിലെ കയറി ഭൂതത്തോട് തന്നെ ചോദിക്കാം. അതേതായാലും വേണ്ട. പിന്നെ അവരുടെ വേലക്കാരിയെ ഒരേ ദോഷമായി വന്നിട്ട് ഉരുണ്ട് വീണിട്ട് 2 ദോഷമായി. ചമ്മോ, എനിച്ചാ ഭൂതത്തിന് അറിയത്തില്ലല്ലോ. ഓ അയ്യോ, പണ്ട് എടുത്തില്ല. പണ്ട് ഞാൻ പണ്ട് എടുത്തിട്ട് വരാം. ഇപ്പൊ വരെ എടുക്കട്ട്. അതാണ്ട് വേറാണ്. കുട്ടുമണി ചേച്ചി, കുട്ടുമണി ചേച്ചി, ഇന്ന് നമുക്ക് നേരത്തെ ബാക്കി കളിച്ചേ. നമ്മളെന്തിനാ ഇനി ഇവിടെ നിൽക്കുന്നത്? പോ. വലിയ ഇല്ലത്തെ കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കാണിക്കുന്നത് മുഴുവൻ കുരുത്തക്കേടാ. വയ്യാതെ കിടക്കുന്ന ആ സ്ത്രീ ഒന്ന് നോക്കിയതില് എന്ത് കുരുത്തക്കേടുണ്ടെന്ന് അമ്മയെ പറയുന്നേ? കുട്ടിമണി ചെയ്തത് നല്ലൊരു കാര്യമല്ലേ? രാഹുല, നീ വെറുതെ അമ്മയെ കുറ്റപ്പെടുത്തണ്ട. അമ്മ പറയുന്നതിലും കാര്യമുണ്ട്. ആ ഭാർഗവി നിലയത്തിൽ കുട്ടിമണി കയറേണ്ട ഒരാവശ്യമില്ലായിരുന്നു. അവര് തിരിഞ്ഞു നോക്കാൻ ആളില്ലാതെ കിടന്നെങ്കിലേ അതവരുടെ കയ്യിലിരിപ്പിന്റെ ഗുണമാ. അവർക്ക് തലയ്ക്ക് വട്ട. അവരുടെ പൂർവികർ അഥർവവേദക്കാരായിരുന്നു. ദുഷ്കർമ്മങ്ങൾ ചെയ്തു കൂട്ടിയ ബ്രഹ്മശ്രീ മംഗലത്തിലെ സ്വത്ത് സമ്പാദിച്ചത്. അതുകൊണ്ടാ അനുഭവിക്കാൻ യോഗമില്ലാതെ പോയത്. സത്കർമ്മങ്ങൾ ഒരുപാട് ചെയ്തു കൂട്ടിയ യജുർവേദികളായിരുന്നല്ലോ നമ്മുടെ ഈ കുടുംബത്തിലെ പൂർവികർ. എന്നിട്ടിവിടെ എന്താണ് ഉണ്ടായത്? നന്മകളിങ്ങനെ പെരുമഴയായിട്ട് ഇവിടെ പെയ്തിറങ്ങുകയാണോ? അച്ഛൻ മരിച്ചു കഴിഞ്ഞ് ദേവസ്വം ബോർഡ് ഔദാര്യമായിട്ട് തരുന്ന തുച്ഛമായ പെൻഷനല്ലേ ഇവിടുത്തെ ജീവിതം? ആയിക്കോട്ടെ, മനസ്സമാധാനം ഉണ്ടോ ഇവിടെ? ഈ ചേച്ചിയെക്കുറിച്ച് ഓർത്ത് കരയാത്ത ഒരു ദിവസമെങ്കിലും അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഭർത്താവിനിപ്പോ ഗുജറാത്തിൽ പോയി കൊടിയ പീഡനങ്ങൾ ചേച്ചി അനുഭവിക്കുമ്പോ എവിടെയായിരുന്നു യജുർവേദികളായ എന്റെ പൂർവികർ? അവരുടെ ആത്മാക്കൾ എന്താ കാശിക്ക് പോയിരിക്കുമായിരുന്നോ? നീ ആവശ്യമില്ലാത്തത് പറഞ്ഞ് പൈതൃകത്തെ നിന്ദിക്കണ്ട. ഗുജറാത്തിലെ ഏതെങ്കിലും ദേവദാസിപുരയിൽ എത്തിച്ചേരേണ്ട ഞാൻ തിരിച്ചിവിടെ എത്തിയില്ലേ? അത് പൂർവികരുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാ. ശരി, ഒരു തട്ടിപ്പുകാരനെ കല്യാണം കഴിക്കേണ്ടി വന്നതേ പൂർവികരുടെ അനുഗ്രഹമായിരിക്കും.
പറഞ്ഞു പറഞ്ഞ് വെറുതെ കാട് കയറി. ഓർമ്മിക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എനിക്ക് പറയേണ്ടി വന്നു. ചേച്ചി വിട്ടേക്ക്. ബ്രഹ്മശ്രീ മംഗലത്തെ സ്ത്രീയെ കുട്ടിമണി പരിചരിച്ചതിന്റെ പേരിൽ അവളോട് ആരും ദേഷ്യപ്പെടാൻ നിൽക്കണ്ട, കേട്ടല്ലോ? വരുന്നതൊക്കെ തന്നെത്താനെ അനുഭവിച്ചാൽ മതി. എനിക്ക് അതേ പറയാനുള്ളൂ. എന്ത് വരുമെന്ന് അമ്മയെ പറയുന്നേ? ഒന്നും സംഭവിക്കില്ല. ആ സ്ത്രീയുടെ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലൊന്നും പോലെ ആർക്കും അറിയില്ല. ഏക മകളുടെ മരണത്തോടെ പാവം വീണുപോയി. മനോനിലയ്ക്ക് സാരമായ കുഴപ്പമുണ്ട്. അതുകൊണ്ടാ അവർക്ക് എല്ലാവരോടും ഇത്ര ദേഷ്യം. നമ്മളത് മനസ്സിലാക്കിയ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. എന്നോട് കൂട്ടം ദേഷ്യപ്പെട്ടൊന്നുമില്ല, വലിയ സ്നേഹമായിരുന്നു. കേട്ടല്ലോ? ഇനിയിപ്പോ കുട്ടിമണി ആ വീട്ടിൽ പോകുന്നത് ഒരു വിഷയമാക്കണ്ട. ശരി, ബ്രഹ്മശ്രീ മംഗലത്തിലേക്ക് പോയതിനെ കുറിച്ച് ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. പക്ഷേ ആ തെമ്മാടി പിള്ളേരുമായിട്ടുള്ള കൂട്ടുകെട്ടോ, അത് നീ നിർത്തിയേ പറ്റൂ. പറ്റത്തില്ല, എനിക്ക് അവരുടെ കളിച്ചണം, കളിച്ചേ പറ്റൂ. കണ്ടോ, മഹാനിഷേധിയായിട്ടാ വളർത്തിയിരിക്കുന്നേ. അമ്മയ്ക്കിപ്പോ എന്തോ വേണ്ടത്? മറ്റു ജാതിക്കാരെ തൊട്ടിട്ട് കുട്ടിമണി നിങ്ങളെ തൊടരുത്, അത്രയല്ലേ ഉള്ളൂ. കുട്ടിമണി, നീ ഇനി ആ കുട്ടികളുമായിട്ട് പന്ത് കളിച്ചിട്ട് വന്നാലേ ഉടനെ കയറി കുളിച്ച് ശുദ്ധമാവണം, കേട്ടോ? രാവിലെ വൈകിട്ടും കുളിച്ചാ പോരെ? അതെ, പന്ത് കളിച്ച കുട്ടിമണി വേർക്കില്ലേ, അപ്പൊ കുളിക്കണം, എന്നാലേ ക്ഷീണം മാറും. ശരിയാ, ഞാൻ ഇപ്പൊ തന്നെ കുളിച്ചേക്കാം. ഇപ്പൊ തന്നെ വിളിക്കാം. അമ്മയുടെ ചേച്ചിയുടെ പ്രശ്നം തീർന്നല്ലോ. ഇനിയിപ്പോ കുട്ടിമണിയുടെ ബോറടിയും മാറും, നിങ്ങളുടെ ശുദ്ധവും നടക്കും. ഇത്ര ആയിത്തൊക്കെ അങ്ങ് ശബരിമല പോലും കാണത്തില്ലമ്മേ. ഇക്കണക്കിന് ഞാനങ്ങനെ ഒരു പെണ്ണിനെ വേല കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരും? ഇന്നത്തെ കാലത്ത് ഒരു പെണ്ണ് ഇതൊക്കെ സഹിച്ചിവിടെ നിൽക്കുവോ? മൂന്നാം പക്കാവൾ അവളുടെ പാട്ടിന് പോവും. സഹിക്കുന്നവര് മതി ഇവിടെ. ഇന്നത്തെ കാലത്തെ മരങ്കേറികളെയൊന്നും നീ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. എന്താടാ, വല്ല മരങ്കേറികളും കണ്ടുവച്ചിട്ടുണ്ടോ? ഒന്ന് പോ ചേച്ചി. ചേച്ചിക്കൊരു പുതിയ ജീവിതം കിട്ടിയിട്ട് ഞാൻ എന്റെ വേലയെക്കുറിച്ച് ചിന്തിക്കൂ. അങ്ങനെയാണെങ്കിൽ നീ നിത്യബ്രഹ്മചാരിയായി കഴിയേണ്ടി വരും. എത്ര നാളായി ചേച്ചി ഞാൻ പറയുന്നു ഒരു ഡിവോഴ്സ് പെറ്റീഷൻ കൊടുക്കാൻ. ചേച്ചിക്ക് ഇപ്പോഴും അയാളുടെ അടുത്ത് സ്നേഹമുണ്ടോ? ആണിനായാലും പെണ്ണിനായാലും ജീവിതത്തിൽ ഒരാളെ മനസ്സ് നിറഞ്ഞ് സ്നേഹിക്കാൻ പറ്റൂ. അയാൾക്ക് എന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും നമ്മൾ സഹിച്ചു പോവും. അത് ഞാനായാലും നീ ആയാലും. കുട്ടിമണിയുടെ കുറവുകളൊക്കെ സഹിച്ച് നീ സ്നേഹിക്കുന്നില്ലേ അവളെ? അതുപോലെ ചേച്ചി, ഞാൻ അവളോട് സ്നേഹമില്ലെന്ന് നീ വാദിക്കണ്ട. മുഖം മനസ്സിന്റെ കണ്ണാടിയാണ്. നിന്നെ കണ്ടാലറിയാം നീ ഇപ്പൊ ഒരു സ്വപ്നലോകത്താണെന്ന്. പിടിക്കണ്ട അപ്പച്ചേപ്പ, ഞാൻ തനിച്ച് നടന്നോളാം. രവി നാളെ ബാംഗ്ലൂർക്ക് പോവാ. അതോടെ ഇവിടെ നിനക്കുള്ള സ്ഥാനം കഴിഞ്ഞു. ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ബാലേട്ടാ? രവിയേട്ടൻ അവിടെ ചെന്ന് ഒരു ഫ്ലാറ്റോ വില്ലയോ മറ്റോ വാടകയ്ക്കെടുത്ത് സെറ്റിൽ ആയാലല്ലേ എനിക്കും കൂടെ അങ്ങോട്ട് ചെല്ലാൻ പറ്റൂ. കൊറേ ദിവസം സങ്കടം കടിച്ചു പിടിച്ച് കഴിഞ്ഞേ പറ്റൂ. വിരഹ ദുഃഖം എന്താണെന്ന് ബാലേട്ടന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അയ്യോ, ബാലേട്ടന് ഇരിക്കേ. കാലിന് വേദന വന്നാലുള്ള ബുദ്ധിമുട്ട് എന്താണെന്നേ എനിക്കിപ്പൊ നന്നായിട്ട് അറിയാം. നമ്മള് രണ്ടാളും ഇപ്പൊ ഒരേ അവസ്ഥയിലായില്ലേ? ഇരിക്കിരിക്കെ, വാ. എന്നെ ഇരുത്താൻ നോക്കാതെ കടന്നു പോടി. ആ ശരി അച്ഛാ, ഞാൻ നാളെ ഐലൻഡ് എക്സ്പ്രസിന് തിരിക്കും. അച്ഛൻ മറ്റന്നാൾ ഫ്ലൈറ്റിനല്ലേ? ആ ഓക്കെ അച്ഛാ. സിജ, നിന്നോട് ഇങ്ങോട്ട് വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? എനിക്ക് ബാലേട്ടനെ ഒന്ന് കാണണം. വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ? നീ ബാലേട്ടനെ കാണുന്നത് സീതയടുത്തേക്ക് ഇഷ്ടമല്ല. അതിന് സീത പെങ്ങളിപ്പോ ഇവിടെ ഇല്ലല്ലോ ബായ്, പിന്നെന്താ പ്രശ്നം? അതെ രവിട്ടാ, അപ്പച്ചമ്മയും സീതയടുത്തും കൂടെ എന്റെ കുഞ്ഞിന് വാക്സിൻ എടുക്കാൻ ഹെൽത്ത് സെന്ററിൽ പോയിരിക്കുക. അതറിഞ്ഞോണ്ടാ നമ്മൾ ഇങ്ങോട്ട് വന്നത്. എനിക്ക് ബാലേട്ടനോട് സംസാരിക്കണം. സിജ, നിനക്ക് പറയാനുള്ളത് ഞാൻ കേൾക്കാം. ഇതെന്തൊരു വാശിയാണ് ബായ്. നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, എങ്ങനെ കഴിഞ്ഞിരുന്നവരാ നിങ്ങള്? ഇതൊക്കെ ശരിയാന്ന് തോന്നുന്നുണ്ടോ? അതെ,
ഒത്തൊരുമയുടെ കഴിഞ്ഞ കാലത്തെ ഇവൻ ഈ വീട്ടിൽ കാണിച്ച ചെറ്റത്തിലൊന്നും പിച്ചള എന്നെ കൊണ്ട് പറയണ്ട. രവിയേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ബാലേട്ടനെ കണ്ടിട്ട് ഇവിടുന്ന് പോകും. ഇനിയും എന്നെ തടഞ്ഞാൽ ഞാൻ നേരെ പോകുന്നത് ഹെൽത്ത് സെന്ററിലേക്കായിരിക്കും. സീതയുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങും ഞാൻ എന്റെ കുഞ്ഞിനെ. ദൂരെ നിന്ന് ഞാൻ എന്റെ കുഞ്ഞിനെ ഒന്ന് കണ്ടു രവിയേട്ടൻ. അടുത്തേക്ക് ചെല്ലാനും ഒന്ന് തൊടാനും എന്റെ മനസ്സ് കൊതിച്ചതാ. ഞാൻ പിടിച്ചു നിന്നു. ഈ കുടുംബത്തെ കരുതി, വൈലോരം വീട് വീണ്ടും ചെതറിപ്പോവാതിരിക്കാൻ വേണ്ടി. ചെല്ല്, ആ മനസ്സ് വിഷമിപ്പിക്കുന്നൊന്നും പറയരുത്. പക്ഷെ സീതയെടുത്ത് വരുന്നതിന് മുമ്പ് പൊയ്ക്കോണം. ശരി, ഞാനൊന്നും പറയില്ല. പിച്ചളെ, പോയിട്ട് വരാം. ആ ശരി. ബാലേട്ടാ, ശരീരം മുഴുവൻ പ്ലാസ്റ്റർ ഇട്ട അവസ്ഥയില ഇതിനു മുമ്പ് ഞാൻ ബാലേട്ടനെ കണ്ടത്. ഇപ്പൊ ഭേദമായല്ലോ അല്ലേ? അതെ, എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ട്. അല്ലെങ്കിൽ നീ ചെയ്ത മഹാത്യാഗം കൊണ്ട് ഞാൻ ഇവിടെ വരെ എത്തി. ബാലേട്ടാ, ഞാൻ അധികം നിൽക്കുന്നില്ല. ഞാൻ വന്ന കാര്യം സീതയെടുത്ത് അറിയാൻ വേണ്ട. ആകെ കൈവിട്ട് നിൽക്കുന്ന നിലയിലാണ് ഞാൻ. എന്തെങ്കിലും കടുങ്കൈ ചെയ്യുന്നതിന് മുമ്പ് ഈ വയലോരം വീടിനെ ഗ്രസിച്ച രാഹുവിനെ ഞാനങ്ങ് കൊണ്ടുപോവാ. ഇവളെ ഇനി വയലോരം വീട്ടിൽ വേണ്ട. ഇവളാ നമ്മുടെ കുട്ടീനെ തട്ടിക്കൊണ്ടുപോയത്. എന്താ തട്ടിക്കൊണ്ടുപോയെന്നോ? പച്ചക്കള്ള ഇവ പറയുന്നേ. കുട്ടിമണി ചികിത്സയിലാണെന്നല്ലേ മുമ്പ് വന്നപ്പോ ഇവ പറഞ്ഞത്? കൊള്ള. അതെ, എന്റെ മുഖത്ത് നോക്കി ചികിത്സയിലാണെന്ന് പറഞ്ഞത് നീ തന്നെയല്ലടാ. ഇപ്പൊ വന്നിട്ട് കള്ളക്കഥ പറയുന്നോ? പറയടാ, കുട്ടിമണി എവിടെടാ? വിട്, എന്നെ വിട്. ഇനി എന്നെ തൊട്ടുപോകരുത്. കുട്ടിമണി വയലോരം വീടിന്റെ പടി ഇറങ്ങിയതേ ഈ കൈ പിടിച്ചിട്ടാണെങ്കിൽ തിരിച്ചു വരുന്നതും ഇതേ കൈ പിടിച്ചിട്ട് തന്നെ ആയിരിക്കും. തൽക്കാലം അങ്ങനെ ഒരു വാക്കേ എനിക്കിപ്പോ തരാൻ പറ്റുള്ളൂ. ഞാൻ പോവാ ബാലേട്ടാ. കുട്ടിമണിക്ക് എന്താ സംഭവിച്ചേപ്പാ? കുട്ടിമണിക്കൊന്നും സംഭവിച്ചു കാണില്ല മോനെ. അതെ, എന്നെ ചതിക്കാൻ വേണ്ടി അവൻ വെറുതെ പറഞ്ഞതാവും. കുട്ടിമണി അവന്റെ ഒപ്പം തന്നെ ഉണ്ടാവും. നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇതിലും വലിയൊരു ചെറ്റത്തരം ലോകത്ത് വേറെ ഉണ്ടോ? വല്യണ്ണം പറയുന്നത് ശരിയാ. എന്താ സംശയം? ഒരു കണക്കിന് ആലോചിച്ച സീതയുടെ കാര്യം കഷ്ടമാ. വല്ലവന്റെയും കുഞ്ഞിനല്ലേ അവൾ പാൽ കൊടുത്ത് വളർത്തുന്നത്. ആ, വേറൊരു കണക്കിന് ആലോചിച്ച അഹമ്മതി അവൾക്കും ഉണ്ട്. ആ പൊട്ടിമണിയുടെ കൊച്ചിനെ വലിച്ച് ദൂരെ എറിഞ്ഞിട്ട് അവൾക്കങ്ങ് പോരരുതോ? ആ, അത് ചെയ്യത്തില്ല. ഞാനും കൂടെ പോയി അവളോടൊന്ന് സംസാരിച്ചാലോ? എന്തിന്? പോത്തിന്റെ ചെവിയിൽ ഒന്നും കേറത്തില്ല. പോരാത്തതിന് അവളെ പറഞ്ഞ് തിരിപ്പിക്കുക എത്ര അലവലാദികളാണ് അവിടെ ഉള്ളത്. വട്ടുള്ളതും വട്ടില്ലാത്തതും, എഴുന്നേറ്റ് നടക്കുന്നതും നടക്കാത്തതും, കാവടി എടുത്തതും എടുക്കാത്തതും, അവരെല്ലാം കൂടെ നിന്റെ മോളെ ഒരു ഭരണിക്കകത്ത് ഉപ്പിലിട്ട് വച്ചിരിക്കുക. മാറിയുള്ളൂ. പറഞ്ഞിട്ടും എന്റെ കലി തീരുന്നില്ല. വല്യണ്ണൻ എത്ര വേണേലും പറഞ്ഞു, ഞാൻ കേട്ടോളാം. വെറുതെ കേട്ടിട്ടെന്ത് കാര്യം? ഒരു ചെവി കൂടെ കേട്ടിട്ട് മറ്റേ ചെവി കൂടെ പുറത്തു വിടുക, അതല്ലേ ഇവിടെ നടക്കുന്നത്. എന്റെ ജന്മം വെറുതെയാ. എന്നാലും ആ വയലോരത്തുകാര് പന്നത്തരമല്ലാതെ എന്തെങ്കിലും അവർ കാണിച്ചിട്ടുണ്ട്. ആ പൊട്ടിമണിയുടെ കൊച്ചിന് പാല് കൊടുക്കുന്ന മെഷീനാക്കി മാറ്റിയില്ലേ സീതയെ? ഇല്ലേ? വച്ചിട്ടുണ്ട് ഞാൻ. ഉടനെ ഒരു പണി കൊടുക്കുന്നുണ്ട് ഞാൻ. നകുലിൽ നിന്ന് പുറത്തിറങ്ങിക്കോട്ടെ. എവിടെയാടി നീ കുട്ടിമണി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ദേ, എന്റെ അടുത്ത് വെറുതെ വേഷം കെട്ടെടുക്കരുത്. നിങ്ങൾ അവളെ എവിടുന്ന് കടത്തിയതെന്ന് എനിക്കറിയാം. അനാവശ്യം പറയരുത്. അവളെ ഇവിടുന്ന് കടത്തേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ദേ, എന്റെ അടുത്ത് നാടകം വേണ്ട. ഒരുപാട് നാടകം കളിച്ചവളായി ഈ ജലജ. ഒടിയന്റെ അടുത്ത് മായം കാട്ടാൻ നിക്കണ്ട. ഇല്ലടി, നിക്കുന്നില്ല. എന്തായാലും കുട്ടിമണിയെ കൊല്ലാനൊന്നും നീ ധൈര്യപ്പെടില്ലെന്ന് ഞാൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. കുട്ടിമണി അവരെ കണ്ടെത്തിക്കോളും. അത് കഴിഞ്ഞ് അവര് തീരുമാനിക്കും
നിന്നെ നിന്റെ മോളെയും എന്ത് ചെയ്യണമെന്ന്? പോലീസ് എന്നെ മൂക്കിലോട്ട് വലിച്ചു കയറ്റത്തൊന്നുമില്ല. ഞാനേ മനോരോഗിയാ. മനോരോഗം മാറിയോ എന്ന് പരീക്ഷിക്കാൻ പോലീസുകാർക്ക് അവരുടേതായ ഡോക്ടർമാരുണ്ട്. അത്തരം ആൾക്കാരെ നിന്റെ ചേട്ടന് വിലക്കെടുക്കാൻ പറ്റില്ലടി. നിന്റെ നാടകവും ബാലയൊന്നും അവിടെ നടക്കില്ല. നമുക്ക് കാണാടോ പരട്ട തമ്പി. ആ കാണാം. ഞാനിപ്പോ വന്നതേ നിന്നോട് വഴക്കുണ്ടാക്കാനൊന്നുമില്ല, ഒരു കാര്യം പറഞ്ഞിട്ട് പോവാനാ. തന്റെ ഒരു കാര്യം എനിക്ക് കേൾക്കണ്ട. കേട്ടേ പറ്റൂ. രവിയെ ഞാൻ ബാംഗ്ലൂർക്ക് കൊണ്ടുപോവാ നാളെ തന്നെ. ഇനി എന്റെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നത് അവനായിരിക്കും. അധികം വൈകാതെ കേരളത്തിലെ കാര്യങ്ങൾ ഞാൻ സുജനെ ഏൽപ്പിക്കും. കൈവിട്ട് കളിക്കരുത്. എന്റെയും എന്റെ മോളുടെയും ശത്രുക്കളെ അരിയിട്ട് വാഴിക്കാനാ തന്റെ ഭാവമെങ്കിൽ കൊന്നുകളയും ഞാൻ. കൊല്ലടി, കൊല്ല്. ഓ, കല്യാണം കഴിഞ്ഞ നാൾ മുതൽ നീ എന്നെ ഇഞ്ചിഞ്ചായി ചെയ്തുകൊണ്ടിരിക്കുന്ന കൃത്യം നീ ഒറ്റയടിക്ക് അങ്ങ് ചെയ്യേ. ഓ, ഇതിലും ഭേദം അതാ. ചെയ്യവിടോ, ചെയ്യും. എന്റെ മോളെ എനിക്കിപ്പോ ഫോണിൽ പോലും കിട്ടുന്നില്ല. ഒന്ന് കിട്ടിക്കോട്ടെ, കാണിച്ചു തരാം ഇനിയുള്ള കളി എന്താണെന്ന്. രവിയെ ഞാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ വയലോരം വീട്ടുകാര് നിന്റെ മോളെ അടിച്ചിറക്കുമടി. ഓ, കണ്ണീരും കൈയുമായി കയറി വരുന്ന അവളാണോ ഇനി എനിക്കെതിരെ പടനയിക്കാൻ പോകുന്നത്? നിന്റെ വെറും ദിവാസുപ്രമാടിയത്. അല്ല സാറേ, വയലോരം വീട്ടുകാര് മതികല മഠത്തെ ഇതുവരെ കൊന്നില്ലേ? അവരായതുകൊണ്ട് കൊന്നില്ല. പക്ഷേ അവളുടെ സകല അഹങ്കാരവും തീർന്നിരിക്കുക. ആ വീട്ടിൽ അപ്പച്ചമ്മയും രവിയും ബാലനും ഒക്കെ അവളെ ഇട്ട് പെടാപ്പാട് പെടുത്തുക. എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നാവും എന്റെ പുന്നാര മോൾക്ക്. ആവശ്യത്തിനുള്ള ശിക്ഷ കിട്ടുമെന്ന് ഉറപ്പാ ജലജെ. അത് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ താമസിക്കാൻ ഒരു ഇടം വേണ്ടേ? ആ, ജന്മം കൊടുത്തതിന്റെ പേരിൽ ഈ വീട് ഞാൻ അവൾക്കും അവളെ പെറ്റ നിനക്കും ഞാൻ വിട്ടുതരിക. മറ്റൊന്നും എന്നിൽ നിന്നും പ്രതീക്ഷിക്കണ്ട. അയ്യോ സാറേ, അപ്പൊ ഇവിടുത്തെ ചെലവൊക്കെ ആര് നോക്കും? ഓ, ഡിവൈഎസ്പി അദ്ദേഹം ഉണ്ടല്ലോ, ഇവളുടെ പുന്നാരാങ്ങളാ. അനിയത്തിപ്രാവിനെ വലിയേട്ടം നോക്കട്ടെ. എന്റെ ശമ്പളം സാറിന് തന്നോടെ? അതൊന്നും നീ പ്രതീക്ഷിക്കണ്ട. ശീലാവതി വേറെ ജോലി അന്വേഷിക്കുന്നതാ നല്ലത്. പിന്നെ മര്യാദക്കാ ജീവിതമെന്ന് എനിക്ക് തോന്നിയാൽ പച്ചരി വാങ്ങാനുള്ള കാശ് ഞാൻ മാസാമാസം അയച്ചു തരും. തോന്നിയാൽ മാത്രം. ആ പച്ചരി താൻ തന്നെ കൊണ്ടുപോയി പുഴുങ്ങി തിന്നാ മതി. ഇവിടെ ആർക്കും വേണ്ട. വലിയേട്ടൻ എത്ര നാൾ പരിപാലിക്കുന്ന ജലജെ നീ വിചാരിക്കുന്നത്? കുറച്ചു കഴിഞ്ഞാ അയാൾ നിന്നെ കൈവിടും. പിന്നെ നീ പട്ടിണിയാ. പച്ചരിയുടെ വില അന്ന് നീ മനസ്സിലാക്കുമ്പോ വിളിച്ചാ മതി. എന്റെ കുറച്ച് സാധനങ്ങളും ഡ്രസ്സും വീട്ടിലിരിപ്പുണ്ട്. അതെടുക്കാനും യാത്ര പറയാനും വേണ്ടിയാ വന്നത്. എടുത്തിട്ട് പോവുക. താൻ എന്തെങ്കിലും ചെയ്യ. മാഡം, പച്ചരിക്ക് നല്ല വിലയുണ്ട്. ഹരിയുടെ കടയിൽ 1 കിലോ 21 രൂപയ്ക്ക് കിട്ടും. കിഴക്കേ നടയിൽ 30 രൂപ കൊടുക്കണം. ക്വാളിറ്റിയിലൊന്നും ഒരു വ്യത്യാസവുമില്ല. എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ കടന്നു പോടി. അങ്ങനെ പോയാൽ എങ്ങനെ ശരിയാവും മാഡം? നമുക്ക് ഭാവി കാര്യങ്ങൾ ആസൂത്രണം ചെയ്യണ്ടേ? ഭാവി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ നീയോ? ആന ഇത്തിരി മെലിഞ്ഞാലും തൊഴുത്തിൽ കെട്ടാൻ പറ്റില്ലടി. ഞാനിത്തിരി മെലിഞ്ഞെന്നുള്ളത് നേരാ. എന്നാലും മാഡത്തിന്റെ തൊഴുത്തിലേക്ക് വരാൻ എനിക്ക് മടിയില്ല മാഡം. ഗുഡ് ബൈ. ഇനി നമ്മൾ കാണില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കാണാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഞാൻ വിളിക്കാം സാറേ. ശരി. നീ എന്തിനാ അയാളെ വിളിക്കാന്ന് പറഞ്ഞത്? വല്ല ഇവിടെ വല്ല അറസ്റ്റോ മരണോ നടന്നാ അറിയിക്കണ്ടേ? അതിനാ മാഡം. അയ്യോ, കയ്യിനേക്കാൾ ശ്രദ്ധിക്കേണ്ടത് കാലം. അനക്കാതിരുന്നാൽ പിന്നെ അത് നമ്മുടെ ഇഷ്ടത്തിന് ചലിക്കാതാവും. വയ്യാതിരിക്കുന്ന കാലിന് ചെയ്യേണ്ട ജോലികൾ നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കണം. ഞാൻ ശ്രമിക്കുന്നുണ്ട് അപ്പച്ചേപ്പ. എത്രയും വേഗം എഴുന്നേക്കേണ്ടത് ഇപ്പം എൻ്റെ ആവശ്യമാണല്ലോ. രവി കൂടി പോയ സ്ഥിതിക്ക് ഇനി എൻ്റെ കുഞ്ഞിനെ ഞാൻ തന്നെ വീണ്ടെടുക്കണം. കോടതി കയറി ഇറങ്ങാനുള്ള ആരോഗ്യം പോലും ഇപ്പൊ ഇല്ലാതെ പോയല്ലോ. വേണ്ടതൊക്കെ ചെയ്തോളാമെന്ന് ആ വക്കീൽ പറഞ്ഞില്ലേ മക്കളെ? പറഞ്ഞു. എന്നാലും പൂർണ്ണമായിട്ട് വിശ്വസിക്കാമോ എന്ന് എനിക്കറിയത്തില്ല. ആ പൂക്കോടിയുടെ ആളല്ലേ. നകുലിന് ജാമ്യം കിട്ടുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ അവർക്കുണ്ടാകൂ. അവരുടെ ലക്ഷ്യത്തിന് സഹായം ചെയ്തു കൊടുത്ത് നമ്മൾ നമ്മുടെ കാര്യം നേടണം. ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ നേടിയെടുത്തത് ഹനുമാൻ സ്വാമിയുടെയും വാനരപ്പടയുടെയും പിൻബലത്തോടെയല്ലേ? ആ പിൻബലം
ശ്രീരാമൻ എങ്ങനെ നേടിയത്? ഹനുമാനും സുഗ്രീവനും വേണ്ടി ബാലിയെ മറഞ്ഞിരുന്ന് അമ്പെയ്ത് കൊന്നു. അവരെ സഹായിച്ചപ്പോ അവര് തിരിച്ചും സഹായിച്ചു. മനുഷ്യരുടെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോകും ബാല. നല്ല ഉപദേശം. ഈ വീട്ടിന്റെ മുമ്പിൽ വന്ന് നിന്ന് വേണ്ടാതീനം കാട്ടുകയും പറയുകയും ചെയ്തവനെ നമ്മൾ സഹായിക്കണോ? അതൊന്നും വേണ്ട. അപ്പോ എന്റെ മകൻ ശിശുമന്ദിരത്തിൽ തന്നെ വളരട്ടെ എന്നാണോ അപ്പച്ചിയമ്മ പറയുന്നത്? അപ്പച്ചിയപ്പൻ പറഞ്ഞ ശ്രീരാമന്റെ കഥയിൽ വാനരസേനയെ ഒപ്പം നിർത്താൻ ഭഗവാൻ ചെയ്തത് കടുത്ത അധർമ്മോ? മുമ്പിൽ ചെന്ന് നിന്ന് യുദ്ധം ചെയ്യുന്നവന്റെ ശക്തി കൂടി ബാലിക്ക് ലഭിക്കുമെന്ന കാരണത്താൽ മറഞ്ഞു നിന്ന് കൊലപ്പെടുത്തി. സ്വന്തം ധർമ്മം പുനഃസ്ഥാപിക്കാൻ മറ്റൊരാളോട് അധർമ്മം ചെയ്യുന്നതിൽ പാപമില്ലെന്നല്ലേ അതിനർത്ഥം? അങ്ങനെയൊന്നുമില്ല. ബാലിയും തെറ്റ് ചെയ്തിട്ടുണ്ട്. അവൻ സഹോദരന്റെ ഭാര്യയെ സ്വന്തമാക്കിയില്ലേ? ആക്കിയിരിക്കാം. പക്ഷെ നമ്മുടെ കാര്യം അപ്പച്ചമ്മ ഒന്ന് ആലോചിച്ചു നോക്ക്. നകുലിന് ഇവിടെ കിടന്ന് ബഹളം കൂട്ടിയതൊക്കെ ശരി തന്നെ. പക്ഷെ അവനില്ലായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞ് നമ്മുടെ കൺമുമ്പിൽ എത്തുമായിരുന്നു. സീതയ്ക്ക് അവനെ വേണ്ടായിരിക്കാം, പക്ഷെ എനിക്ക് വേണം. അതിനായിട്ട് സുപ്രീം കോടതി വരെ കയറി ഇറങ്ങാനും എനിക്ക് മടിയില്ല. Yeah.